2016 നവംബർ 8-ന് നിലവിലുണ്ടായിരുന്ന 500, 1000 നോട്ടുകൾ നിയമാനുസൃതവും സാധുവായതുമായ കറൻസികളല്ലെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഭിഭാഷകനായ വിവേക് നാരായൺ ശർമ്മ ഈ വിജ്ഞാപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും കേസ് പരിഗണിച്ച 3-അംഗ ബെഞ്ച് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലായി ഫയൽ ചെയ്തിട്ടുള്ള ഏകദേശം 58 ഹർജികൾ സ്റ്റേ ചെയ്യുകയും സുപ്രീം കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുകയും ഭരണഘടനാ ബെഞ്ച് ഹർജികൾ ഒന്നായി പരിഗണിക്കുകയും ചെയ്തു. ആയിരത്തി 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലെ വ്യവസ്ഥകൾ ഡിമോണിറ്റൈസേഷൻ പാലിക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ സാമ്പത്തികമായ നയവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയെ സുപ്രീം കോടതിക്ക് എത്രത്തോളം വിലയിരുത്താൻ കഴിയും? ഗസറ്റ് വിജ്ഞാപനം വഴി നോട്ടുകൾ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ? കേന്ദ്ര സർക്കാരിന് എല്ലാ നോട്ടുകളും നിരോധിക്കാൻ കഴിയുമോ? എന്നിവയായിരുന്നു കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന പ്രധാന വിഷയങ്ങൾ. 2013 ജനുവരി 2-ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നോട്ട് നിരോധനം നിയമപരവും ലക്ഷ്യങ്ങൾ യുക്തിപരവുമായിരുന്നെന്ന് വിലയിരുത്തി 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചു. RBI ആക്ടിലെ സെക്ഷൻ 26 ഉപവകുപ്പ് 2 പ്രകാരം ഒരു പ്രത്യേക വിഭാഗത്തിലെ ഒന്നോ അതിലധികമോ ബാങ്ക് നോട്ടുകൾ അസാധുവാക്കാനുള്ള അധികാരം നൽകുന്നതായി പരിമിതപ്പെടുത്തുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാരിന് എല്ലാ ശ്രേണിയിലുള്ള ബാങ്ക് നോട്ടുകളും അസാധുവാക്കാൻ ഈ വാക്ക് മതിയായ അധികാരം നൽകുന്നുവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സെൻട്രൽ RBI ആക്ടിലെ സെക്ഷൻ 26 ഉപവകുപ്പ് 2 ഭരണഘടനാ വിരുദ്ധമല്ല എന്നും വിധിയിൽ പറയുന്നു. വിജ്ഞാപനം അനുസരിച്ച് നോട്ടുകൾ കൈമാറ്റം ചെയ്യുന്നതിന് നൽകിയിരിക്കുന്ന കാലയളവ് യുക്തിപരമാണെന്നും ഭൂരിപക്ഷ വിധിന്യായത്തിൽ പറയുന്നു. 2017 സ്പെസിഫൈഡ് ബാങ്ക് നോട്ട്സ് സെസേഷൻ ഓഫ് ലയബിലിറ്റീസ് ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ പ്രകാരം വ്യക്തമാക്കിയ കാലയളവിനപ്പുറം അസാധുവാക്കപ്പെട്ട നോട്ടുകൾ സ്വീകരിക്കാൻ റിസർവ് ബാങ്കിന് സ്വതന്ത്ര അധികാരമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സാമ്പത്തിക വിഷയങ്ങളിൽ സർക്കാരിനാണ് പരമാധികാരമെന്നും കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാമെന്നും 6 മാസം മുമ്പ് തന്നെ വേണ്ടത്ര കൂടിയാലോചനകൾ റിസർവ് ബാങ്കുമായി നടത്തിയതായി രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുവെന്നും ലക്ഷ്യം കൈവരിച്ചോ എന്നത് ഇപ്പോൾ പ്രസക്തമല്ല എന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. അങ്ങനെ RBI നിയമത്തിലെ സെക്ഷൻ 26 ഉപവകുപ്പ് 2 പ്രകാരം നിയമനിർമ്മാണം നടത്താതെ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിന്റെ നിയമസാധുത സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചു. ബെഞ്ചിൽ 4 പേർ വിധിന്യായത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിവെക്കുകയും എന്നാൽ ജസ്റ്റിസ് BV നാഗരത്ന വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. സർക്കാരിന്റെ ഒരു വിജ്ഞാപനത്തിലൂടെ നടക്കേണ്ട കാര്യമല്ല നോട്ട് നിരോധനമെന്നും മറിച്ച് പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കേണ്ടതാണിതെന്നും നിയമപ്രകാരം നോട്ട് നിരോധിക്കുന്നതിനുള്ള ശുപാർശ റിസർവ് ബാങ്ക് ആണ് കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതെന്നും അതല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമല്ല അത്തരമൊരു ശുപാർശ നൽകേണ്ടതെന്നും എന്നാൽ ഇവിടെ RBIയും കേന്ദ്ര സർക്കാരും ഹാജരാക്കിയ രേഖകൾ വ്യക്തമാക്കുന്നത് നോട്ട് നിരോധനം നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നാണെന്നും അത് സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ അഭിപ്രായം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന് കത്തെഴുതുകയായിരുന്നു. RBI നൽകിയ അഭിപ്രായം ശുപാർശയായി പരിഗണിക്കാനാവില്ലെന്നും RBI ആക്ട് ഉദ്ധരിച്ച് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. രേഖകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ താൽപര്യപ്രകാരം എന്ന വാചകങ്ങൾ വ്യക്തമാക്കുന്നത് റിസർവ് ബാങ്കിന്റെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. നോട്ട് നിരോധനത്തിന് ശുപാർശ നൽകാൻ RBIക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം 26 ഉപവകുപ്പ് 2 ഏതാനും ചില സീരീസുകളിലുള്ള നോട്ടുകൾ പിൻവലിക്കുന്നതിനാണെന്നും അല്ലാതെ ഒരു പ്രത്യേക തുകയുടെ എല്ലാ സീരീസും പിൻവലിക്കുന്നതിനല്ലെന്നും റിസർവ് ബാങ്ക് ഏതാനും സീരീസ് നോട്ടുകൾ നിരോധിക്കുന്നത് പോലെയല്ല കേന്ദ്ര സർക്കാർ എല്ലാ സീരീസ് നോട്ടുകളും നിരോധിക്കുന്നതെന്നും നിയമവിരുദ്ധമായ അധികാര പ്രയോഗമാണിതെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. സതുദ്ദേശത്തോടെയാണ് എടുത്തതെങ്കിലും നിയമപരമായ കാരണങ്ങളാൽ ഇത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് BV നാഗരത്ന വിധിയിൽ ചൂണ്ടിക്കാട്ടി. നടപടിയെടുത്തത് 6 വർഷം മുമ്പായതിനാൽ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കാനാവില്ലെന്നും ഈ വിധി ഭാവിയിൽ നടപ്പിലാക്കാനുള്ളതാണെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി. അങ്ങനെ നോട്ട് നിരോധന നടപടി നിയമവിരുദ്ധമാണെന്നും കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്നും ജസ്റ്റിസ് BV നാഗരത്ന തന്റെ ഭിന്ന അഭിപ്രായം വിധിയിൽ വ്യക്തമാക്കി.